ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്ന നല്ല അടിപൊളി ഒരു മീൻകറി ആയിട്ടാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. പൊതുവേ എല്ലാവർക്കും ഈ കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. മത്തിയാണ് കേട്ടോ. മത്തി ഇഷ്ടമല്ലാത്ത ആൾക്കാരാരാ അല്ലേ? എല്ലാവർക്കും മത്തി വറുത്തതും മത്തി മാങ്ങ ഇട്ട് വെച്ചതും മത്തി പ്രത്യേക രീതിയിൽ ഞാൻ വെച്ചതാണ് കേട്ടോ. ഇതുപോലെ വെക്കുന്ന കൂട്ടുകാരും ഉണ്ടാകും. എങ്കിലും ഇതുപോലെ വെക്കാൻ അറിയാൻ മേലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുറച്ച് മത്തിയെടുത്ത് ഞാൻ ഫ്രൈയും ചെയ്തു. അപ്പോൾ ഇതാണ് സംഭവം. ഇത് ഞങ്ങളുടെ ഇവിടെ പറയുന്ന ഇരുമ്പൻ പുളി എന്നാണ് കേട്ടോ. ഓരോ നാട്ടിലും ഇതിന് ഓരോ പേരാണ്. ഞങ്ങളുടെ ഇവിടെ ഇരുമ്പൻ പുളി എന്നാണ് പറയുന്നത്. നല്ല പുളിയാണ് കേട്ടോ. ഉപ്പ് കൂട്ടി തിന്നാൻ നല്ല ടേസ്റ്റ് വേണം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ഇത് കുറച്ച് കിട്ടി കേട്ടോ. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ടാണ് ഇന്ന് മത്തിക്കറി വെക്കുന്നത്. ഇതുപോലെ വെക്കുന്ന ആളുകൾ ഉണ്ടാകും കേട്ടോ. അത് ഞാൻ എടുത്ത് പറയുന്നു. അപ്പോൾ അതിൻ്റെ മൂട്ടിലൊരു ചെറിയ പൂവ് പോലെയൊക്കെ ഉണ്ട്. അതൊക്കെ കളഞ്ഞു കേട്ടോ. അതിനുശേഷം നടുവേത് ഇതുപോലെ 4ആയിട്ട് മുറിച്ചെടുത്തു. നന്നായിട്ട് വാഷ് ചെയ്ത് 4ആയിട്ട് മുറിച്ച് അവിടെ മാറ്റി വെച്ചു കേട്ടോ. അതിനുശേഷം നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് നടക്കാം. നമ്മൾ സാധാരണ മീൻകറി വെക്കുന്ന പോലെ നമുക്ക് അരപ്പ് കൂട്ടാം. അതിന് വേണ്ടി തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് ചെരുകി, പിന്നെ 3-4 ഉള്ളിയാണ്, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത്രയും സാധനങ്ങളാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് മിക്സിയുടെ ജാറിലോട്ട് ഞാൻ കുറച്ച് തേങ്ങ ചിരകി ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ എല്ലാവർക്കും അറിയാമല്ലോ, ആ രീതി തന്നെയാണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരത്തില്ല. പിന്നെ ഞാൻ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ചെറിയ കുറുകിയ പോലെയൊക്കെ ഇരിക്കും കേട്ടോ. മല്ലിപ്പൊടി ഇട്ടാൽ വേറൊരു രുചി വരും. അതിനാണ് ഞാൻ ഈ മല്ലിപ്പൊടി ഇടുന്നത്. എനിക്കിവിടെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഈ ഉള്ളിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും എരിവിനനുസരിച്ച രീതിയിൽ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഒരു ശകലം മതി കേട്ടോ. ഒരുപാടൊന്നും വേണ്ട മല്ലിപ്പൊടി. കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ വേറൊരു ഫ്ലേവറായിട്ട് മാറും. ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഉണ്ടാക്കാത്തവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇതേ കണ്ടോ, ഇത്രയും മല്ലിപ്പൊടിയേ ഞാൻ ഇട്ടിട്ടുള്ളൂ. പിന്നെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. നല്ല പോലെ അരച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ചട്ടി അടുപ്പത്ത് വെക്കണം കേട്ടോ. ഇത് കണ്ടോ, ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കണം. അതിനുശേഷം ചട്ടി നമുക്ക് അടുപ്പത്ത് വെക്കാം. ചട്ടി അടുപ്പത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കും ചട്ടി ചൂടായി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ മിക്കവാറും മീൻകറി വെക്കുന്നത്. ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഇതുപോലെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചട്ടിയിലൊന്ന് ചുറ്റിച്ചു കൊടുക്കും. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് അരപ്പൊഴിച്ചു കൊടുക്കാം. കണ്ടോ, അരപ്പ് ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ആവശ്യത്തിന് വെള്ളം. ഒരുപാട് ചാറുള്ള മീൻകറി ഇഷ്ടമുള്ളവരാണെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിക്കാം. നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മുടെ ജാറൊക്കെ ഒന്ന് കഴുകി നമ്മൾ ഒഴിക്കുമല്ലോ, ആ രീതിയിൽ വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇരുമ്പൻ പുളി ഉണ്ടല്ലോ, നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിന് പേര് പറയുന്നത്? ഇവിടെ ഇരുമ്പൻ പുളി എന്നാണ് കേട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, ഈ പുളിയുടെ പേര്. അപ്പോൾ അതേ പുളി ഇട്ട് കൊടുത്തു. നല്ല പുളിയാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നമുക്ക് ഉപ്പൂട്ടി തിന്നാൻ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ അച്ചാറൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. ഇതുകൊണ്ട് പല വിഭവങ്ങൾ പലരും ഉണ്ടാക്കും കേട്ടോ. അതിനുശേഷം നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ഏകദേശം 1.25 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തു കേട്ടോ. അതൊക്കെ ആവശ്യത്തിന് കേട്ടോ. നമ്മുടെ കറിയുടെ ചാറിനനുസരിച്ച് നമ്മൾ ഉപ്പിട്ട് കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കുക. ഒന്ന് തിള വരട്ടെ കേട്ടോ. ഒന്ന് തിള വന്നതിന് ശേഷം നമുക്ക് അടുത്ത സംഭവങ്ങൾ ഇട്ട് കൊടുക്കാം. ഒന്നും ചെറിയൊരു ഇത് വരുമ്പോഴത്തേക്കും നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതൊക്കെ എരിവിനനുസരിച്ചാണ്. ഒരുപാട് പച്ചമുളക് ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് എരിവ് വരും. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. അപ്പോൾ നല്ല പോലെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മുടെ നല്ല നല്ല വീഡിയോസ് കാണണമെങ്കിൽ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ മീനൊക്കെ ഇവിടെ വെട്ടി നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഫ്രഷ് മത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴുകി നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കപ്പോൾ ഇനി നമ്മുടെ തിളയ്ക്കുന്ന അരപ്പുണ്ടല്ലോ, അതിലോട്ട് നമുക്ക് ഓരോ മത്തികളായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല മത്തിയായിരുന്നു കേട്ടോ. കുറച്ചെടുത്ത് ഞാൻ വറക്കുകയും കൂടെ ചെയ്തു. അപ്പോൾ നമ്മുടെ ഇവിടെ കറി നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട് കണ്ടോ. അതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല കുറച്ച് ഫ്രഷ് കറിവേപ്പില എനിക്ക് കിട്ടി കേട്ടോ. വല്ലപ്പോഴും ഒക്കെ എനിക്ക് ഫ്രഷ് കറിവേപ്പില കിട്ടാറുള്ളൂ. അപ്പോൾ നമ്മുടെ മത്തി നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി നമ്മുടെ തിളയ്ക്കുന്ന അരപ്പിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് സെറ്റാകട്ടെ.
അപ്പോൾ ഒന്നും കൂടെ പറയാണ്, എല്ലാവരും ആ സൈഡിൽ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്ക്, അടിയിൽ കമൻറ്റും കൂടെ ഒന്ന് ഇട്ടേക്കണം കേട്ടോ. ചോറിൻ്റെ കൂട്ടത്തിലും പിന്നെ നല്ല ഗോതമ്പ് പുട്ടിൻ്റെ കൂട്ടത്തിലും ഈ മത്തിക്കറി കഴിക്കാൻ അടിപൊളിയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഗോതമ്പ് പുട്ടും മത്തിക്കറി. നമ്മുടെ മമ്മൂക്ക ഉണ്ടല്ലോ, മമ്മൂക്കയ്ക്ക് ഏറ്റവും ഇഷ്ടം മത്തിക്കറിയും പുട്ടുമാണ്. ഞാനിങ്ങനെ ഒരു അഭിമുഖത്തിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. മത്തി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സ്പൂൺ ഇട്ട് ഇളക്കരുത് കേട്ടോ. ഇതുപോലെ തുണി പിടിച്ച് ഒന്ന് ചട്ടി ഇങ്ങനെ ഇളക്കി കൊടുക്കുകയേ ചെയ്യാവുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. കണ്ടിട്ട് തന്നെ കൊതിയാകുന്നു അല്ലേ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ പുളിയിട്ട് വെക്കുന്നത്. ഈ പുളിയിട്ട് വെക്കുമ്പോൾ നമുക്ക് കുടംപുളിയൊന്നും ഇടേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് ഈ പുളിയുടെ ടേസ്റ്റ് നമുക്ക് ആ ഒരു കറിയിൽ പുളിക്ക് ആ ഒരു രുചി ഉണ്ടാകും കേട്ടോ. അതിനുശേഷം അവസാന പരിപാടിയാണ് കുറച്ച് കറിവേപ്പില അങ്ങ് വിതറി കൊടുക്കുക. കറിവേപ്പില അങ്ങ് വിതറിയതിന് ശേഷം ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്ത് ഇനി നമുക്ക് തവിയൊന്നും ഇട്ട് ഇളക്കി കൊടുക്കരുത് കേട്ടോ. ഇളക്കി കൊടുത്താൽ നമ്മുടെ മീൻ പൊടിഞ്ഞു പോകും. അതുകൊണ്ടാണ്. അപ്പോൾ ഈ അവസാനം നിറച്ച് പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുമല്ലോ. ഇതേ സൈഡിൽ ഞാൻ കുറച്ച് മത്തിയെടുത്ത് വറക്കുകയും കൂടെ ചെയ്തു. അപ്പം നല്ല അടിപൊളി ഇരുമ്പം പുളിയിട്ട് വെച്ച നല്ല അടിപൊളി മത്തിക്കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.